ഹലോ പാർട്ട്നേഴ്സ്, ഹാവ് എ നൈസ് ഡേ. ഞാനിവിടെ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതായത് പേൾവൻ ഇൻ്റർനാഷണൽ PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം ചെയ്യുന്ന ഓരോ പാർട്ട്നേഴ്സും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് അറിയാവുന്ന വ്യക്തികൾ ഇത് അവോയ്ഡ് ചെയ്യുക, അല്ലാത്ത ആളുകൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ റിസീവ് അഡ്രസ്സ്, എങ്ങനെയാണ് നമ്മളിത് രണ്ടും മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ, അതായത് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൽ, അതായത് ക്രിപ്റ്റോ കറൻസി, NFT ടോക്കൺസ്, അതുപോലെ തന്നെ NFT, DAO, ഇതുപോലെ ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ഡീസെൻട്രലൈസ്ഡ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് ഡീസെൻട്രലൈസ്ഡ്? അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ എന്താണ് സെൻട്രലൈസ്ഡ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടി വരും. സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ, ഉദാഹരണമായി RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതിനിടയിൽ എപ്പോഴും ഇടപെടാൻ കഴിയുന്ന ഒരു മൂന്നാം കക്ഷിയാണ് RBI എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, വളരെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ പണം അയക്കുന്ന സമയത്ത് നേരിട്ട് ഒരിക്കലും അത് എൻ്റെ വാലറ്റിൽ നിന്ന് നിങ്ങളുടെ വാലറ്റിലേക്ക് എത്തിച്ചേരുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എൻ്റെ അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം റിസീവ് ആകുന്നതിന് മുമ്പേ അതിനിടയിൽ നമ്മുടെ ബാങ്ക് ഇടപെടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിടയിൽ ഒരു മൂന്നാം കക്ഷിയുണ്ട്, ശരിയല്ലേ? അതുപോലെ നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും ഇടയിൽ, അതായത് സാമ്പത്തിക വിനിമയം ചെയ്യുന്ന ബാങ്കായിക്കോട്ടെ, സ്വകാര്യ സ്ഥാപനങ്ങളായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, കമ്പനികളായിക്കോട്ടെ, എല്ലാം എപ്പോഴും ഒരു മൂന്നാമത്തെ കക്ഷിക്ക്, അത് മാനേജറായോ ഡയറക്ടർ ആയോ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയോ, CEO ആയോ, അങ്ങനെ ഇടപെടാനുള്ളൊരു സാഹചര്യം എപ്പോഴും നിലനിൽക്കുന്നു. അതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. നമുക്ക് ചില പ്രോഗ്രാമുകളിൽ പ്രശ്നം സംഭവിക്കുന്നു, നമുക്ക് എപ്പോഴും തകർച്ചകളുടെ കഥകൾ കേൾക്കേണ്ടി വരുന്നു. അതിന് കാരണം ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ടാണ്. എപ്പോഴും അതിനുള്ളൊരു സാധ്യത അതിനുണ്ട്. അപ്പോൾ എന്താണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ ഇടപെടാൻ ഒരു മൂന്നാമത്തെ കക്ഷിയില്ല. അവിടെ പ്രവർത്തിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ കോൺട്രാക്റ്റ് അഡ്രസ്സുകളാണ്. ഇവിടെ വ്യക്തിക്കോ രാജ്യത്തിനോ മതത്തിനോ ഭാഷക്കോ പ്രാധാന്യമില്ല. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഒരു സ്മാർട്ട് കോൺട്രാക്റ്റാണ്. ക്രിപ്റ്റോ കറൻസി മേഖല, ഡിജിറ്റൽ കറൻസി മേഖല, അങ്ങനെ എന്താണ് സ്മാർട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് നമ്മളത് പരസ്പരം കൈമാറിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക വിനിമയം നടത്തുന്നത്? എങ്ങനെയാണ് ട്രസ്റ്റ് വാലറ്റിൽ അത് നമ്മൾ പരിശോധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം ട്രസ്റ്റ് വാലറ്റ് എന്താണ് എന്നുള്ളത്. ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമാണ് വരിക, എല്ലാവർക്കും അറിയാം. അവിടെ നിങ്ങളുടെ തമ്പോ അല്ലെങ്കിൽ പിന്നോ കൊടുത്തുകൊണ്ട് സൈറ്റ് ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നേരെ താഴെ ഡിസ്കവർ എന്ന് നിങ്ങൾക്ക് കാണാം. ഹോം, സ്വാപ്പ്, ഏൺ ആൻഡ് ഡിസ്കവർ. ഓക്കെ, അവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേജ് മാറി വരുന്നത് കാണാം. ഏറ്റവും മുകളിൽ സെർച്ച് ബാർ
സെർച്ച് ഓർ എൻ്റർ ദി ആപ്പ് URL എന്ന് കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ടോക്കൺ ഫാമിംഗ് .io എന്ന് ആ സെർച്ച് ബാറിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നേരെ താഴെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ടോക്കൺ ഫാമിംഗ് .io വന്ന് കിടപ്പുണ്ടാകും. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ പേജ് വീണ്ടും മാറി വരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണാം, ഏർലി ബേർഡ് ഓഫർ, എൻജോയ് ദി ബെനിഫിറ്റ്സ്. അപ്പോൾ അതൊന്ന് ഒന്നുകിൽ ഏറ്റവും താഴെ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻറ്റു മാർക്ക് അടിച്ചുകൊണ്ട് അത് ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റർ 6 ഡിജിറ്റ്. അവിടെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്ന് അഡ്മിറ്റ് ചെയ്യാം. പിന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു പേജാണ് വരിക. നിങ്ങൾ ശ്രദ്ധിക്കുക, നേരെ മുകളിൽ PVC മെറ്റയുടെ നേരെ 3 ഡോട്ടുകൾ കാണാം. അതിന് നേരെ താഴെ കാണുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അതായത് യൂസർ ID. നേരെ ഇടതുവശത്ത് കാണുന്നത് കണക്റ്റഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അവിടെയാണ് നിങ്ങളുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ വീണ്ടും ഒന്ന് നമ്മുടെ സൈറ്റ് നേരെ മുകളിൽ കാണുന്ന ഈ ഏരോ മാർക്ക് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് സൈറ്റ് വീണ്ടും പിന്നിലേക്ക് പോവുക. അവിടെ നിങ്ങളിപ്പോൾ 2 ഭാഗമാണ് കാണുന്നത്. ഒന്ന് നമ്മുടെ PVC മെറ്റ NFT ടോക്കൺ, അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഫീ ആയി നൽകുന്ന BNB. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗ്യാസ് ഫീ, നമ്മുടെ ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കേണ്ട വാടക എന്ന് പറയുന്നത് BNB ആണെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് നമ്മൾ BNBയുടെ റിസർവ് അഡ്രസ്സ് അയച്ചു കൊടുക്കുക? ആദ്യം BNBയിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ കഴിയും. നിങ്ങളവിടെ വളരെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. സെൻഡ്, റിസീവ്, സ്വാപ്പ്, ബൈ, സെല്ല്. ഓക്കെ അല്ലേ? അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ റിസീവ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം BNB കോയിൻ, കോപ്പി, സെറ്റ് എമൗണ്ട്, ഷെയർ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റിസീവ് അഡ്രസ്, അതായത് കോൺട്രാക്റ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും OXൽ തുടങ്ങി ഏറ്റവും അവസാനം 7AFD1. ഈ ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സാണ് ഈ ഒരു മേഖലയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ പേരുകൾക്കോ രാജ്യത്തിനോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ഒന്നും ഒരു വാല്യൂ ഇല്ല. ഈ ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ PVC മെറ്റയുടെ കോൺട്രാക്റ്റ് അഡ്രസ്സിനെ ഒന്ന് പരിശോധിക്കാം. നമ്മളെപ്പോഴും BNB ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനൊരു പേജിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ കോപ്പി എന്ന് കാണാം. ആ കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ BNB ലഭിക്കുക, ഉദാഹരണത്തിന് നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മുടെ ലീഡേഴ്സിനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയിക്കാറ്. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഗ്യാസ് ഫീ ആയി നൽകേണ്ട BNB ലഭിക്കാറുണ്ട്. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ PVC മെറ്റായുടെ റിസീവ് അഡ്രസ്, അതായത് കോൺട്രാക്റ്റ് അഡ്രസ് എവിടെയാണ്, നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഒന്നുകൂടി നമ്മൾ ഇൻറ്റു അടിച്ച് പിന്നിലോട്ട് പോവുക. നേരെ മുകളിൽ PVC മെറ്റ എന്ന് കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, അവിടെ നമുക്ക് കാണാം സെൻഡ്, റിസീവ്, സ്വാപ്പ്. ഓക്കെ,
നിങ്ങളവിടെ ഏറ്റവും മധ്യഭാഗത്തായി കാണുന്ന റിസീവിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ കാണാം PVC BEP20 നമ്മുടെ ബ്ലോക്ക് ചെയിനാണ്. അത് നേരെ താഴെ കോപ്പി സെൻഡ് എമൗണ്ട് ഷെയർ എന്നും കാണാം. ഇതാണ് നമ്മുടെ PVC മെറ്റയുടെ കോൺട്രാക്റ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് PVC മെറ്റ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ കോപ്പി ചെയ്തുകൊണ്ട് നമ്മുടെ പാർട്ട്നേഴ്സിന് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ നിന്നും നിങ്ങളുടെ വാലറ്റിലേക്ക് PVC മെറ്റ ലഭിക്കും. അതിനെയാണ് നമ്മളെപ്പോഴും പിയർ ടു പിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോകളിലൂടെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെക്കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ഷാജി, കണ്ണൂർ. ജയ് പേൾ വെയിൻ വിൽ നെവർ എൻഡ്. താങ്ക് യു.